ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അലക്കിയ തുണികൾ എങ്ങനെയാണ് ടെറസിൻ്റെ മുകളിൽ ഈസി ആയിട്ട് വിരിക്കാനും അതേപോലെ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് വരാനുള്ള ടിപ്സാണ്. അപ്പോൾ ഇവിടെ തുണി നനയ്ക്കുന്നത് വാഷിംഗ് മെഷീനിൽ പഴയ തുണികളും പിന്നെ പുതിയ തുണികൾ കല്ലിലുമാണ് അലക്കുന്നത്. പിന്നെ നമ്മൾ 2-3 ദിവസം കൂടുമ്പോഴാണ് തുണി നനയ്ക്കുന്നത്. അപ്പം പുതിയ തുണികൾ ഒരുപാട് വരാറില്ല, പഴയ തുണികളായിരിക്കും കൂടുതൽ വരുന്നത്. വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ തുണികളിങ്ങനെ ഒരാഴ്ചയോ അങ്ങനെ കൂട്ടിയിടാണ്ട് അന്നേരം കഴുകുവാണെങ്കിൽ ജോലിഭാരം കുറഞ്ഞു കിട്ടും. ഇവിടെ നേരത്തെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, വാഷിംഗ് മെഷീനൊന്നും ഇല്ലായിരുന്നു. അന്നേരത്തെ തുണി അന്നേരം തന്നെ കഴുകിയിടും. അതുകൊണ്ട് പിന്നെ വലിയ ജോലിയായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തുണി ഉണങ്ങിയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് വെയിൽ മതി, നല്ലപോലെ അങ്ങ് ഉണങ്ങി കിട്ടിക്കോളും. അശയൊന്നും കിട്ടാൻ സൗകര്യമില്ലാത്തവർക്കും, അശയൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകുന്നൊക്കെ പേടിയുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കും പിന്നെ അതേപോലെ തന്നെ ടെറസൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റാൻഡ് നല്ലതായിരിക്കും. ഇത് നമ്മുടെ മതിലിനോട് ചേർന്ന് ജസ്റ്റ് സ്ക്രൂ ഒക്കെ അടിച്ചു കൊടുത്താൽ മതി, അതങ്ങനെ നിന്നോളും. അത്യാവശ്യം തുണിയൊക്കെ ഇടാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ അത് മടക്കി വെക്കാനും പറ്റുവേ. തുണിയൊക്കെ നനച്ച് കഴിഞ്ഞ് വാഷിംഗ് മെഷീനിലുള്ള തുണി ആയിട്ടില്ല. അപ്പം ഈ തുണിയൊക്കെ ഇവിടെ വിരിക്കാമെന്ന് വിചാരിച്ചു, മറ്റേ തുണി ടെറസിലും വിരിക്കാമെന്ന് വിചാരിച്ചു. മിക്കപ്പോഴും ഞാൻ വാഷിംഗ് മെഷീനിലാട്ടോ വെള്ളം പിഴിഞ്ഞെടുക്കുന്നത്. അതാകുമ്പോൾ വെള്ളം നല്ല രീതിക്ക് തോന്നി കിട്ടും. നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞ് അത്രയ്ക്കൊന്നും ആവത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് ജീൻസൊക്കെ ഭയങ്കര പാടാട്ടോ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ. ഇവിടെ ഇത്രയും കട്ടി കുറഞ്ഞ തുണിയൊക്കെ ആട്ടോ വിരിക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. പിന്നെ ഈ മതിലിൽ കുറച്ച് കട്ടിയുള്ള തുണിയൊക്കെയാണ് വിരിക്കുന്നത്. മഴ പെയ്യുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ടെറസിൻ്റെ മുകളിൽ തുണി വിരിച്ചിടുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിക്കയറാനൊന്നും പറ്റത്തില്ല തുണിയെടുക്കാനായിട്ട്. അതുകൊണ്ട് മാക്സിമം ഇവിടെ വിരിച്ചിട്ടാണ് മുകളിലോട്ട് വിരിക്കാനായിട്ട് നോക്കുന്നത്. വൈകിട്ടൊരു 5 മണി കഴിഞ്ഞിട്ട് ഞാൻ തുണി എടുക്കാനായിട്ട് വന്നതാണ് ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തുണി എടുത്തുകൊണ്ട് പോകുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഞാനൊരു ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പിന്നെ ഒരു മുണ്ടോ അങ്ങനെ എന്തെങ്കിലും എടുക്കുവേ. അപ്പം അതിലോട്ടാണ് തുണി കൊണ്ടുപോകുന്നത്. അതപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിലോട്ട് തുണിയെല്ലാം വാരിയിടുവേ. വാരിയിട്ട് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടുപോകത്തില്ല. എല്ലാം വാരിയിട്ടതിന് ശേഷം പയ്യെ ഇവിടേക്ക് ഇരുന്ന് മടക്കിക്കൊണ്ടേ പോകത്തോളെ. കാര്യം അകത്തിരുന്നാകുമ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറച്ച് കാറ്റും നല്ല വെളിച്ചമൊക്കെ ആകുമ്പോഴത്തേനും പയ്യെ മടക്കിയൊക്കെ കൊണ്ടുപോകുമ്പോൾ മടക്കാനൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ഇവിടുന്ന് മടക്കി കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ അലമാരി കൊണ്ട് വെച്ചാൽ മതിയല്ലോ. ഇപ്പോൾ കുറച്ച് തുണിയേ ഉള്ളേ. വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് തുണിയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മടക്കി കൊണ്ട് പോകുമ്പോഴത്തേനും ഒരുപാട് ഭാരവും തോന്നത്തില്ല, അത് കണക്ക് ഒതുങ്ങിയിരിക്കുകയും ചെയ്യുവേ. അതേപോലെ തന്നെ നമ്മൾ മടക്കാതെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുമാതിരി ഒന്നുകൂടി ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ പിന്നെ മടക്കാമെന്നങ്ങ് മനസ്സങ്ങ് മടിച്ചു പോവേ. ഇതാകുമ്പോഴത്തേനും ഇവിടെ തന്നെ ഇന്ന് മടക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പിന്നെ അലമാരിയെല്ലാം കൊണ്ടുവച്ചാൽ മതിയല്ലോ. ഞാൻ മടക്കി കഴിഞ്ഞ് അപ്പോൾ ഇത്രയും തുണികളപ്പോഴത്തേനും മടക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് തുണിയല്ലേ തോന്നുള്ളൂ. അപ്പം ഇതേ കണക്ക് തന്നെ നമുക്ക് മടക്കി ഇങ്ങനെ നൈസിനെ മടക്കി വെക്കുവാണെങ്കിൽ കൊണ്ടുപോകാൻ നല്ല എളുപ്പമായിരിക്കുവേ. ഇനി ഇത് നമുക്ക് 4 സൈഡിലെ തുമ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കെട്ടാവേ. അപ്പോൾ ഇതൊരു ബാഗ് കണക്കാവും. അപ്പോൾ നമുക്ക് തോളത്ത് ഇട്ടുകൊണ്ട് ഒരു കയ്യിലിങ്ങനെ ഇട്ടാൽ മതി. തോളത്തിട്ടുകൊണ്ട് നമുക്കങ്ങ് സ്റ്റെപ്പ് ഇറങ്ങാനും എളുപ്പമായിരിക്കും. എല്ലാ തുണിയും നമ്മൾ ടെറസിൻ്റെ മുകളിൽ വിരിക്കണമെന്നൊന്നുമില്ല. അത്യാവശ്യം പുറത്ത് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങ് വിരിച്ചിട്ടാൽ മതി. ഉണങ്ങാൻ പാടുള്ള തുണികളും വലിയ തുണികളൊക്കെ ഉണ്ടല്ലോ, അത് ടെറസിൽ വിരിക്കാൻ നോക്കണം. ബാക്കിയുള്ളതൊക്കെ താഴെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വിരിച്ചിടാൻ നോക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് തുണിയൊന്നും ടെറസിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വരത്തില്ല. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് കണക്കങ്ങ് ഇട്ടുകൊണ്ട് പോയാൽ മതിയേ. എനിക്കാണെങ്കിൽ ഇവിടെ കമ്പിയുടെ സ്റ്റെയറാട്ടോ വരുന്നത്, അതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും ഭയങ്കര പാടാണ്. അങ്ങനെ തുണിയൊക്കെ താഴെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് അലമാരിയിലെടുത്ത് വെച്ചാൽ മാത്രം മതിയേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജിത്ത് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. 5 മണിക്കാണ് ജോലി. അപ്പോൾ ആൾ പുതിയൊരു ജോലിക്ക് കയറി. 5 മണി തൊട്ട് 1:30-2 മണി വരെയാണേ. അപ്പം രാത്രി ഇനി വരത്തുള്ളൂ. അപ്പോഴത്തേനും മോനും എഴുന്നേറ്റ് വന്നു. പിന്നെ മുറ്റമടിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ തുണി നനയ്ക്കാൻ ആളെ കൂടെ കാണുന്നതാണ്. ആള് പിന്നെ ഉറങ്ങി, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പം താണ്ട വൈകിട്ട് മുറ്റമടിക്കാനായിട്ട് എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ശല്യമാണെങ്കിലും ഞാൻ എൻ്റെ കൂടെ ജോലിയൊക്കെ ചെയ്യാൻ നേരം ഇങ്ങനെ നിർത്തും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോണൊക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ കൂടെ ഇങ്ങനെ ജോലിയിലൊക്കെ കൂടെ നിർത്തുന്നത്. അപ്പോൾ എനിക്ക് വലിയ ശല്യമായിട്ടൊന്നും തോന്നിയില്ല. ഇടയ്ക്ക് ശല്യമാവുമെങ്കിലും അതൊക്കെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും കേട്ടോ. തൂക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ പുല്ലുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് തന്നെ തൂത്ത് പോവുകയാണേ. അപ്പോൾ അവിടെ അങ്ങ് വൃത്തിയാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴും പിന്നെ പുല്ല് പറിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അത് ഞാനങ്ങ് തൂത്ത് പോവുകയാണേ. ചെടിച്ചട്ടിയിലും അത്യാവശ്യം പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റി കളയുന്നുണ്ട്. അപ്പം ഇങ്ങനെ അങ്ങ് തൂത്ത് മാറ്റിക്കളഞ്ഞാൽ അവിടെ അങ്ങ് വൃത്തിയാവുകയും ചെയ്യും. നമുക്ക് എപ്പോഴും പറിക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. ചെറിയ മടികൾ എല്ലാവർക്കും തോന്നാമെങ്കിലും നമ്മൾ ആ മടിയൊന്ന് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് പണിയൊക്കെ ആണെങ്കിലും നിസ്സാരമായിട്ട് തന്നെ തോന്നും. ഒരുപാട് കൂട്ടി വെക്കുമ്പോഴാണ് നല്ല പണി കൂടുന്നത്. ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് പടിയൊക്കെ കൂടിയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല പണിയും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ടോ നേരത്തെ ഇച്ചിരി ചെയ്തായിരുന്നെങ്കിൽ
ഇത്രയും പണി കൂടുതലാവത്തില്ലായിരുന്നു. യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും കുറച്ച് മടിയായിട്ടൊക്കെ വന്നേ. അപ്പം നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ചവറ് വാരിയിട്ട് പുകയ്ക്കാൻ കൊണ്ടുപോവാണേ. സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴത്തേനും കൊതുകുകളാണ് ഇവിടെ. പിന്നെ എനിക്ക് അകം കൂടി ഒന്ന് വൃത്തിയാക്കണം. ഇവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് മണ്ണ് കാണൂല, ചവറായിരിക്കുവേ. മോനാണെങ്കിൽ ഓരോന്നൊക്കെ വലിച്ചു വാരി ഇടും. പേപ്പറൊക്കെ ആയാലും കീറി അങ്ങനെയൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെ ചവറുകളൊക്കെയാണ്. പിന്നെ മതിലിലൊക്കെ ആണെങ്കിൽ പെയിൻറ്റ് മോൻ ഇളക്കുന്നതാണ്. ചിരണ്ടി ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് മതിലിലൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. കുത്തി വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദർശുടന് ഫുഡ് കൊടുക്കാനായിട്ട് വന്നതാണ്. ആൾ എഴുന്നേറ്റ ഉടനെയാണ് മിക്കപ്പോഴും കൊടുക്കുന്നത്. ദർശുടനെ ഫുഡ് കഴിപ്പിക്കാൻ തന്നെ ഒരു സമയം എടുക്കുകയും അതാണ് പണിയൊക്കെ ചെയ്ത് ഒതുക്കിയിട്ട് പതുക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. കഴിക്കാൻ നേരത്ത് പോലും കുറച്ചെങ്കിലും അടങ്ങിയിരിക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ ഗുസ്തി മറയിലാണ് പണി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം, ഭയങ്കര പാടാണ്. അതൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രമുണ്ട് കഴുകാനായിട്ട്. അപ്പം പാത്രം അന്നേരം ഇവിടെ കഴുകി വെക്കുക, അതുകൊണ്ട് കൂടി കിടക്കത്തില്ല. അപ്പോൾ ഇത് വൈകിട്ട് വന്ന പാത്രങ്ങളാണ് ഇത് ഇത്രയും. ഉച്ച തൊട്ട് വൈകിട്ട് വരെയുള്ള പണികളാണ് ഇത് ഇത്രയും. അപ്പോൾ പാത്രം കൂടി കഴുകിയാൽ വൈകിട്ടത്തെ പണി തീരും. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മോനുമായിട്ട് കുറച്ച് നേരം കളിക്കണം. പിന്നെ രാത്രിയിലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. അത്രയൊക്കെ ഉള്ളേ. അപ്പോൾ മോനാണ് ഇതാ റൂമിൽ കയറി പെയിൻ്റൊക്കെ ഇളക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ പണി ഇതൊക്കെയാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എനിക്കൊന്ന് കുളിക്കണം. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ദർശൂട്ടൻ ഇപ്പോൾ രാത്രി 1 മണി 1:30 2 മണിയൊക്കെ ആവും ഉറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോഴേക്കും ബായ്.